കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് പിതൃക്രിയകൾ പിതൃദോഷ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. ദോഷലക്ഷണങ്ങളെക്കുറിച്ച് 3-4 കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും അതിനെ തുടർന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദോഷലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് 3 ഗ്രന്ഥങ്ങളെയും പിന്നീട് നമ്മുടെ സിദ്ധന്മാരുടെ പാടലുകളിലൂടെയും ആണ്. പാടലുകൾ എഴുതിയ പാടലുകളും എഴുതാത്ത പാടലുകളും അറിയാത്ത പാടലുകളും എന്നൊക്കെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട് സിദ്ധമാർഗ സഞ്ചാരത്തിനകത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക, എടുക്കേണ്ടത് എടുക്കുക, അല്ലാത്തത് കളഞ്ഞേക്കുക. ഒരിക്കലും ഇതിനൊരു അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല. വിശ്വസിക്കുന്നവർ മാത്രം ഇത് വിശ്വസിക്കുക. പാടലുകൾ ഒരിക്കലും ഗുരുമുഖത്തിൽ നിന്നല്ലാതെ, ഗുരുമുഖം എന്ന് പറയുമ്പോൾ ഗുരുമുഖത്തിൽ നിന്ന് മാത്രമല്ല, സിദ്ധമാർഗ സഞ്ചാരത്തിലൂടെ നടക്കുമ്പോൾ ഉപഗുരുക്കന്മാരിലൂടെയും നമുക്ക് കിട്ടാറുണ്ട് പാടലുകൾ. ആ പാടലുകൾ വളരെ അർത്ഥവത്താണ്. അത് വളരെയേറെ വിജ്ഞാനം നൽകുന്നതാണ്. ചില പാടലുകൾ 1-2 വരികൾ കൊണ്ട് ഒരു മഹത് ഗ്രന്ഥത്തെ ഈ 2 വരികളിൽ ഒതുക്കി തീർക്കുന്ന മഹാ അത്ഭുത പ്രതിഭാസം നമുക്ക് ഈ പാടലുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ പ്രാധാന്യം കൊടുക്കാം. പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇത് പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ആഴ്ന്നിറങ്ങി പഠനബുദ്ധിയോടുകൂടി ഒരു റിസർച്ച് മെൻറ്റാലിറ്റിയിലൂടെ ഇറങ്ങിയാലേ പറ്റുള്ളൂ. അതിന് കാലങ്ങളോളം നമ്മൾ ഇതിൻ്റെ പുറകെ നിന്ന് ഇത് മനസ്സിലാക്കണം എന്നുള്ളത്. ഇതിൻ്റെ അകത്തൊരു ശാസ്ത്രമുണ്ട്. ഈ പറയുന്ന പുരാണങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനപരമായിട്ടൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കണം. അത് ആധുനിക ശാസ്ത്രവുമായിട്ട് കമ്പയർ ചെയ്ത് അതിലെടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തതിനെ വിട്ടുകളയുക. ഇതാണ് നമുക്ക് ആവശ്യം. ഉദാഹരണത്തിന് അഗ്നിപുരാണത്തിലെ 15,000 ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കുക എന്ന് പറയണത് അത് വളരെ പാടുള്ള കാര്യമാണ്. ഈ 15,000 ശ്ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പല വിശ്വാസങ്ങളും തെറ്റാണെന്ന് നമുക്ക് തോന്നിപ്പോവും. പലതും നമുക്ക് അന്ധവിശ്വാസമാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും അന്ധവിശ്വാസമാണ്. അത് അങ്ങനെയല്ല, അതിൻ്റെ യഥാർത്ഥ വഴി ഇതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് സിദ്ധന്മാരുടെ പാടലുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന അമൂല്യമായ അറിവുകൾ, ആ അറിവുകൾക്ക് ഒരു വില നൽകുവാൻ, വാല്യൂ നൽകുവാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളം വലിയ വലിയ അറിവുകളും വളരെയേറെ വലിയ വലിയ വിജ്ഞാനങ്ങളൊക്കെ അവർ വളരെ നിസ്സാരമായ 1-2 വരികളിൽ കൂടെ അവർ ഒതുക്കുന്നതൊക്കെ കാണുമ്പോൾ, അതൊക്കെ അറിയുമ്പോൾ നമുക്ക് അവരോട് ബഹുമാനവും ആദരവും തോന്നുന്നത് സ്വാഭാവികമാണ്. പുച്ഛിക്കുന്നവരുണ്ടാവും. അതെല്ലാ കാലത്തുള്ളതാണ്. ഇപ്പം പറയും, ചിലർ പറയും ഇത് കലിയുഗമല്ലേ, കലിയുഗമായതുകൊണ്ട് ഇങ്ങനെ. അല്ല, എല്ലാ യുഗങ്ങളിലും നിരീശ്വരവാദികളുമുണ്ട്, ഈശ്വരവാദികളുമുണ്ട്, വിശ്വാസികളുമുണ്ട്, അന്ധവിശ്വാസികളുമുണ്ട്, വിശ്വാസമില്ലാത്തവരെല്ലാം ഉണ്ട്, യുക്തിവാദികളൊക്കെ ഉണ്ട്. അതെല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട്. അപ്പോൾ കൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ കൃഷ്ണനെ എതിർത്ത് സംസാരിച്ചിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവരും കൃഷ്ണനെ എല്ലാവരും പൂജിച്ചൊന്നും ഇരുന്നില്ല. കൃഷ്ണനെ എതിർത്ത് എത്രയോ ആൾക്കാരുണ്ട്, ശിവനെ എതിർത്ത് എത്രയോ ആൾക്കാരുണ്ട്, വിഷ്ണുവിനെ എതിർത്ത് എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവിശ്വാസികളുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമില്ല. അന്നത്തെ കാലത്തുമുണ്ട്, ഇന്നത്തെ കാലത്തുമുണ്ട്. പരിഷ്കൃത സമൂഹത്തിലുമുണ്ട്, അപരിഷ്കൃത സമൂഹത്തിലുമുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക. നമുക്ക് ശരിയും തോന്നുന്നു മാത്രം എടുക്കുക, മറിച്ചുള്ളതിനൊക്കെ വിട്ടുകളയുക. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം, റിക്വസ്റ്റ് പോലെയാണ്. നമ്മൾ പിതൃദോഷ ലക്ഷണങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് ഇനി സംസാരിക്കുന്നത്.
പിതൃദോഷ ലക്ഷണങ്ങളിൽ മറ്റൊന്നാണ് നമ്മൾ വളർത്തുന്ന പട്ടി. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ പട്ടി വളർത്താറുണ്ട്. ഈ പട്ടി ഒരു പ്രത്യേക ദിക്കിലേക്ക് നോക്കി നിരന്തരം ഓരിയിടുകയാണെന്നുണ്ടെങ്കിൽ അത് പിതൃദോഷത്തിൻ്റെ ലക്ഷണവും പിതൃക്കളുടെ അലച്ചിലിൻ്റെ ലക്ഷണവും പിതൃ സാമീപ്യവും ഒക്കെയാണ് കാണിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് പട്ടി എപ്പോഴൊക്കെ ഓരിയിടുമ്പോൾ എന്നുള്ളതല്ല, ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിക്കകത്ത്, 1:30 മണി എന്നാണ് പറയണത്, എന്നാൽ പോലും ഒരു 2 മണി വരെ ഇട്ടേക്കാം. 2 മണിക്കകത്ത് നമ്മൾ വളർത്തുന്ന പട്ടി ഒരു പ്രത്യേക ദിക്കിലേക്ക്, ദിക്ക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് ദിക്കിലേക്ക് നോക്കി നിരന്തരം 3-4 ദിവസം ഇങ്ങനെ നിരന്തരമായിട്ട് ഓരിയിട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് ഏതോ ഒരു പിതൃദോഷത്തിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾ അലയുന്നതിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് പറയുന്നത്, തെക്ക് നോക്കി നായി ഓരിയിടുമ്പോൾ തെക്കോട്ടെടുക്കുവാൻ സമയമായെന്നൊരു ചൊല്ലാണത് ചൊല്ലുന്നതെന്നും തെക്കോട്ടെടുത്തവൻ വിരുന്നിനായി വന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കുക പ്രഭോ എന്നാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. തെക്കോട്ടെടുത്തുക ഞാൻ മരിച്ചു, തെക്കോട്ടെടുക്കുക ചിലപ്പോൾ എളുപ്പത്തിൽ മരണം ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് അതിനെ പറയുന്ന അർത്ഥം. അല്ലെങ്കിൽ തെക്കോട്ടെടുത്ത് മരിച്ചു പോയവരുടെ ഒരു സാമീപ്യമാണ്. ഇത് തെക്ക് ദിശയിലോട്ട് നോക്കിയാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ സൗത്ത് ദിശയിലോട്ട് നോക്കി പിന്നെ പട്ടി, നമ്മൾ വളർത്തുന്ന പട്ടി നിരന്തരം ഇങ്ങനെ ഉച്ചയ്ക്ക് സൂര്യാസ്തമയത്തിന് ശേഷം 9 മണിക്ക് ശേഷവും ഇത് തന്നെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഉച്ചയ്ക്ക് അത് ചെയ്യുന്നത്, ചിലപ്പോൾ 9 മണിക്ക് ശേഷം, രാത്രി 9 മണിക്ക് ശേഷം ചെയ്യുന്നത് ഉച്ചയ്ക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ രാത്രി 9 മണിക്ക് ശേഷവും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം ചെയ്തു എന്ന് പറഞ്ഞും കൊണ്ട് ഇത് പിതൃദോഷമാണെന്ന് കണക്കാക്കരുത്. ഇത് നിരന്തരം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 3-4 ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ പട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് നൽകുന്ന സൂചനകളാണ്, ലക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വളർത്തുന്ന പൂച്ച വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ കന്നിമൂലയിൽ വന്നിട്ട് നഖം കൊണ്ട് ചുമരിന്മേൽ മാന്തുക, നിലത്ത് മാന്തുക, ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് പിതൃദോഷത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണണം. അല്ലെങ്കിൽ പിതൃക്കളുടെ പിതൃക്കളുടെ അന്നത്തിനായിട്ടുള്ളോ നീരിനായിട്ടുള്ളോ ഒരു യാചനയായിട്ട് ഇത് കാണേണ്ടതുണ്ട്. കന്നിമൂല എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ്. കന്നിമൂല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. സൗത്ത് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെ പഴമയിൽ നിന്നൊക്കെ വളരെ അകന്നുപോയി എല്ലാവരും. അതേപോലെ തന്നെ ഉള്ള ഒന്നാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും തുടങ്ങി പല പൂർവികരുടെയും ചിത്രങ്ങൾ നമ്മൾ വച്ചിരിക്കും. ഈ ചിത്രങ്ങൾ നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അതൊരു ലക്ഷണമായിട്ട് എടുക്കണം. അത് എന്ന് നിലത്ത് വീണ് പൊട്ടതില്ല, അത് ചിലപ്പോൾ നിലത്ത് വീണ് പൊട്ടും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഒരു ലക്ഷണമായിട്ട് മാത്രം കണ്ടാൽ മതി. അത് നിലത്ത് വീണ് പൊട്ടിയതിൻ്റെ റീസൺ നമ്മൾ അന്വേഷിച്ചൊന്നും പോകണ്ട. അതെന്തോ ഒരു പിതൃദോഷ ലക്ഷണമായിട്ട് കണ്ട് അതിനെക്കുറിച്ച് പറയുന്നത്, പൂച്ചയെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മാർജാരൻ കന്നിമൂല നോക്കി മാന്തിടും നേരം ഓർക്കുക നീ നിന്റെ പിതൃവിനെ. മാർജാരൻ കന്നിമൂല നോക്കി മാന്തിടുമ്പോൾ, മാന്തിടുക ഇങ്ങനെ നഖം കൊണ്ടിടുമ്പോൾ, നീ ഓർക്കുക നിന്റെ പിതൃവിനെ. ഇതൊക്കെ പ്രകൃതി നൽകുന്ന ലക്ഷണമായിട്ടാണ് പറയുന്നത്. അതേപോലത്തുള്ള ലക്ഷണമാണ് ഛായാചിത്രങ്ങൾ പാടേ മറന്ന് ഭൂമിയെ ചുംബിച്ചു പോകുന്ന നേരം, ഛായാചിത്രങ്ങൾ പാടേ മറന്ന്, എല്ലാം മറന്ന് ഭൂമിയെ ചുംബിച്ചു പോകുന്ന നേരം, ഞാൻ നിലത്ത് വീണ് പൊട്ടുന്ന നേരം ഓർക്കുക നീയൻ സുഹൃത്തെ എന്നുള്ള അർത്ഥത്തിലാണ്. ഓർക്കുക നീ പിതൃവിനെ, നിന്റെ പിതൃവിനെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്, നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു ലക്ഷണമായിട്ട് നമുക്ക് എടുക്കുന്നതിൽ തെറ്റില്ല.
ഇതൊക്കെ വെറും സൂചനകൾ മാത്രമാണ്. ഇപ്പോൾ ഛായാചിത്രങ്ങൾ ദിവസവും പൊട്ടാനൊന്നും പോണില്ല. എപ്പോഴെങ്കിലും പൊട്ടിയാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഛായാചിത്രം നിലത്ത് വീണാലോ അതിൽ നിലത്ത് നിന്ന് പൊട്ടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ആരുടെ ചിത്രം, ദൈവത്തിൻ്റെ ചിത്രമായാലും ശരി, പൂർവികരുടെ ചിത്രമായാലും ശരി, നിലത്ത് വീണ് പൊട്ടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ദേവചിത്രങ്ങൾ നിലത്ത് വീണ് പൊട്ടുമ്പോൾ അത് പൂർവികരുടെ ചിത്രം നിലത്ത് വീണ് പൊട്ടും കണക്കുള്ള ഒരു ദോഷമല്ല ഉള്ളത്. അത് വേറെ, ഇത് വേറെ. അപ്പോൾ പ്രകൃതി നമുക്ക് എല്ലാവിധ സൂചനകളും നമുക്ക് നൽകാറുണ്ട്. നമ്മൾ ആ സൂചനകളെ മനസ്സിലാക്കാതെ പോകുന്നിടത്താണ് പരാജയം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് തമ്മിൽ വഴക്ക്, പരസ്പരം ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ പരസ്പരം കാണുമ്പോൾ തന്നെ ദേഷ്യവും സാമ്പത്തികമായ തകർച്ചയും പിന്നെ ദേഷ്യവും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കണം, അത് ഏതോ ഒരു പിതൃശാപം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളൊരു പരിഹാരം ചെയ്യേണ്ടതല്ലേ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. അല്ലാതെ കോടതിയും കേസിലൊക്കെ നമുക്ക് പോകാം, അതൊക്കെ പിന്നെ വരട്ടെ. ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയെങ്കിലും ചെയ്യുക, ഇതൊക്കെ മനസ്സിലാക്കുക. അതാണ് തമ്മിലടി. അതിനെക്കുറിച്ച് പറയുന്നത് ഒരു കാര്യമുണ്ട്. തമ്മിലടി കുമ്മിയടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ തമ്മിലടി കുമ്മിയടി. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നുണ്ട്, അടിച്ച് പിരിയും തോറും അടരുവാനാകാത്ത ബന്ധങ്ങളൊക്കെയും തകർന്നു വീഴുമ്പോഴും കരയുന്ന മനസ്സേ നിന്നെ നോക്കി ചിരിക്കുന്നു പിതൃക്കൾ. അപ്പം ചോദിക്കും, പിതൃക്കൾക്ക് നമ്മളോടൊക്കെ ഇത്ര ദേഷ്യമുണ്ടോന്ന്? ഇല്ല, നമ്മളുടെ അടുത്ത് ഒരു പിതൃവിനും ദേഷ്യമില്ല. നമ്മൾ അവരെ വിസ്മരിക്കുന്നു, മറക്കുന്നത് കൊണ്ട് അവരെ ഓർമ്മിപ്പിക്കാനായിട്ട് നീ എന്നെ ഓർക്കൂ, എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവർ പല വഴികളും നോക്കി തോൽക്കുമ്പോൾ അവർ ചെയ്യുന്ന ചില പ്രക്രിയയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ പരാജയം, സന്താനമില്ലായ്മ, പിന്നെ വീട്ടിനകത്തുള്ളവർ തമ്മിൽ തന്നെ പരസ്പരം വഴക്ക്, ബഹളം, ഇതെല്ലാം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ലക്ഷണമാണ്. അതേപോലെ തന്നെയാണ് എത്ര ആഹാരം കഴിച്ചാലും വിശപ്പ് മാറില്ല. എത്ര ആഹാരം കഴിച്ചാലും വിശപ്പ് മാറില്ല. വിശന്നുകൊണ്ടേയിരിക്കും, എപ്പോഴും വിശന്നുകൊണ്ടേയിരിക്കും. അതാണ്, അതിനെക്കുറിച്ചാണ് ചൊല്ലുന്നത്, ആർത്തി മൂത്ത് കാരണവർ ആർത്തിയോടെ തന്നെ തിരികെ വന്നിടുമ്പോൾ ആർത്തിയോടെ അവൻ ഉണ്ടാക്കിയിടും കാമാർത്തി പോലും ഉണ്ടാക്കിയിടും. ശ്രദ്ധിച്ചു കേൾക്കണമാണ്, കാമാർത്തി പോലും ഉണ്ടാക്കിയിടും. ദാഹശമനത്തിനായി നീര് ചോദിക്കുന്നതാണ് കുട്ടി. ദാഹശമനത്തിനായി നീര് ചോദിക്കുന്നതാണ്. അത് നേരിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് ആ സാമീപ്യം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ് കുട്ടി എന്നാണ്. അപ്പോൾ അമിതമായ വിശപ്പ്, അമിതമായ ദാഹം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പറയും നമുക്ക് ഷുഗറിൻ്റെ പ്രോബ്ലം. അത് ശരി തന്നെ ആയിരിക്കാം. എന്നാൽ ഇതും കൂടെ ഒരു വശത്ത് നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെയും ഉണ്ട്. നമ്മൾ ഡോക്ടറെ ചെന്ന് കണ്ട് ഇത് പറയുമ്പോൾ അവർ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ആ ഷുഗറിനുള്ള പ്രതിവിധിയായ ഗുളികകളും ഇൻസുലിനൊക്കെ എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിശപ്പും ദാഹവും എല്ലാം തീരും. അപ്പോൾ പിന്നെ ഈ പുതിയ എന്ത് കാര്യവും ചോദിക്കും. അതെനിക്കറിയില്ല. ഇത് ഒരു സൂചനയായിട്ട് എടുക്കേണ്ടവർക്ക് ഇതും കൂടെ എടുത്ത് അതിനുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ അതേപോലെ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ട് ഇതെല്ലാം അതാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു സൂചനകൾ മാത്രമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിനകത്ത് വച്ചിരിക്കുന്ന പാത്രങ്ങൾ, പ്രത്യേകിച്ച് വെള്ളം നിറച്ച് വച്ചിരിക്കുന്ന പാത്രങ്ങൾ, അന്നം ചെയ്ത് ശേഷം വച്ചിരിക്കുന്ന പാത്രങ്ങൾ നിരന്തരം നിലത്ത് വീണ് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിരന്തരം നിലത്ത് വീഴുകയാണെങ്കിൽ അത് ഒരു സൂചനയായിട്ട് എടുക്കാം. അതിനെക്കുറിച്ച് പറയുന്നത്, നിലത്ത് വീഴുന്ന വെള്ളം, നിലത്ത് വീഴുന്ന അന്നം ചോരുന്നതെങ്ങനെന്നറിയാതെ എടുത്തു മാറ്റുവാൻ ശ്രമിക്കാതെ നീ എന്നെ ഓർക്കുക എന്നുള്ളത്. അതും പാടലിൽ വരുന്നതാണ്. അപ്പോൾ നിലത്ത് വീഴുന്ന
വെള്ളം, അന്നം, ഇതിനെല്ലാം നമ്മൾ എടുത്ത് നിരന്തരം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അന്നം താ വെള്ളം താ തൊട്ടുകൊണ്ട് ആണ് അന്നം താ വെള്ളം താ തൊട്ടുകൊണ്ട് ചോദിക്കുവാൻ കഴിയാത്തതുകൊണ്ട് കാറ്റിനാൽ നിന്നോട് ചോദിക്കുന്നു. അതാണ് കാറ്റിനാൽ നിന്നോട് ചോദിക്കുന്നു. പിന്നെ അന്നന്താ വെള്ളന്താ എന്ന് പറയുന്നത് തൊട്ട് ചോദിച്ചിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് കാറ്റ് കൊണ്ടാണ് ഈ പാത്രങ്ങളെല്ലാം നിലത്ത് വീഴുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രഷർ ഉപയോഗിച്ച് നിലത്ത് വീഴുന്നു. ഇത് നിരന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഞായർ ദിവസങ്ങളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് കൂടുതലും ഉണ്ടാകുന്ന ഈ പറഞ്ഞ ഉച്ചയ്ക്കും പിന്നെ സൂര്യാസ്തമയത്തിന് ശേഷമാണ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു പിതൃദോഷ ലക്ഷണമായിട്ടും പിതൃവിൻ്റെ ദൂതായിട്ടും നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം ദൂത് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കമില്ലായ്മ, തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. എത്ര ശ്രമിച്ചാലും നമുക്ക് ഉറങ്ങാനാവില്ല. ചിലർ പറയുന്നുണ്ട് പിന്നെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാൽ പോലും ഉറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ഉറക്കത്തെ ഇല്ലായ്മ ചെയ്യുന്നു. അപ്പോൾ ആ ഉറക്കത്തെ ഇല്ലായ്മ ചെയ്യുന്ന ശക്തി അത് ഏതായാലും അത് പിതൃവിൻ്റെ ശല്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലുള്ള മറ്റൊന്നാണ് പിന്നെ പിതൃക്കളെ നമ്മൾ സ്വപ്നം കാണുന്നത്. നമ്മുടെ അച്ഛനെയും അമ്മയെയും അതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ മരിച്ചുപോയവരെ നിരന്തരം സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവർ നമ്മളോട് ഓരോന്നും ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അവർ അലയുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ദാഹവും ജലവുമെല്ലാം വേണം എന്നുള്ളതിൻ്റെ അപേക്ഷയായിട്ട് ഇതിനെ കണക്കാക്കണം. ഇങ്ങനെ ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. 108 ലക്ഷണങ്ങളുണ്ട്. പാടലുകളിൽ പറയുന്ന ലക്ഷണങ്ങൾ വേറെയാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പിതൃദോഷത്തിന് പ്രതിക്രിയ ചെയ്യുക. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പിന്നെ ബലിയിട്ട് ക്ഷേത്രങ്ങളിൽ പോയി ബലിയിട്ട് തിലഹോമം ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അതൊക്കെ ചെയ്തോളൂ. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയുണ്ടോ അത് ആദ്യം ചെയ്തിട്ട് പോരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ചെയ്യും കണക്ക് ആത്മാർത്ഥതയോടുകൂടി മറ്റൊരാളും ചെയ്യത്തില്ല. ഇതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾ നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. അത് അജ്ഞാത പിതൃക്കളായാലും ശരി, അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യവും നമുക്കില്ല. അപ്പോൾ ഈ ഇടനിലക്കാരുടെ ആവശ്യമൊക്കെ നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ചെയ്യാവുന്ന ചില ലഘുക്രിയകളാണ്. ഒന്ന്, നമുക്കൊരു ഗണപതി കോവിലിൽ പോയി 3 തേങ്ങ തലയ്ക്കൊഴിഞ്ഞ് പിതൃക്കളോട് പ്രാർത്ഥിച്ച് സർവ്വവിധ പിതൃദോഷവും മാറ്റിത്തരണമേ എന്ന് ഗണപതി ഭഗവാനോട്, ഭൂമിയുടെ ആധിപത്യം വഹിക്കുന്ന ഗണപതി ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് തേങ്ങ ഉടച്ച ശേഷം നേരെ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അവിടെ കൃത്യമായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണ എന്ന് പറയുന്നതിനകത്ത് ഓം നമോ ഭഗവതേ വാസുദേവയല്ല ചൊല്ലേണ്ടത്, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന മന്ത്രം ഒരു 108 ഉരു അല്ലെങ്കിൽ എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത്, കുറഞ്ഞ 108 ഉരു ചൊല്ലി 18 ചുറ്റി സാഷ്ടാംഗം നമസ്കരിച്ച് പിതൃക്കളോട് പ്രാർത്ഥിക്കുക. ഇനി എന്നെ ശല്യം ചെയ്യരുത്, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത തെറ്റുകൾ പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പിതൃദോഷ നിവാരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത് ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടവർക്ക് ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യാം. എന്നാൽ വിഷ്ണു ക്ഷേത്രമാണ് ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്ത് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ വീട്ടിൽ അന്ന് എന്ത് അന്നം ഉണ്ടോ, അത് ഏത് അന്നം ആയിക്കോട്ടെ, അത് ഇന്ന പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ആ അന്നം എന്താണോ ആ അന്നം കാക്കയ്ക്ക് 12 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ആ 1.5 മണിക്കകത്ത് അല്ലെങ്കിൽ 2 മണിക്കകത്ത്
കാക്കയ്ക്ക് കൊടുക്കുക. ആ പ്രാർത്ഥിച്ച് തന്നെ നമ്മൾ കൊടുക്കണം. സർവജ്ഞാതാജ്ഞാത പൃഥുക്കളെ നിങ്ങൾ ഈ അന്നം സ്വീകരിക്കുക, അന്നം സ്വീകരിക്കുക. അല്ലെങ്കിൽ അന്നം സ്വീകരിക്കുക, ഒരു പാത്രത്തിൽ പിന്നെ അന്നത്തെ വീട്ടിലെ അന്നം എന്താണെന്ന് കൊടുക്കുക. നീര് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കുടിക്കാനായിട്ട് വെള്ളം വയ്ക്കുക. ഇതിലേതെങ്കിലും രണ്ടും വയ്ക്കുന്നവരുണ്ട്. രണ്ടും ആണെങ്കിൽ രണ്ടും വയ്ക്കാം, ഒന്നാണെങ്കിൽ ഒന്ന് വയ്ക്കാം. എന്തായാലും നീര് മാത്രമായിട്ട് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് അന്നം ആ വീട്ടിൽ അന്ന് എന്തുണ്ടോ ആ അന്നം വയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ അച്ഛനെയോ അമ്മയെയോ അതേപോലെ മറ്റേതെങ്കിലും പിതൃക്കളെയോ നമ്മൾ നിരന്തരമായി സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പിതൃവിനുമാണ് അത് വയ്ക്കേണ്ടത്. ആ പിതൃവിനോട് ഇപ്പം എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയോ അപ്പോൾ ആരെങ്കിലാണ് നമ്മൾ നിരന്തരം ഇങ്ങനെ സ്വപ്നം കാണുമെങ്കിൽ ആ പിതൃവിൻ്റെ മനസ്സിൽ വിചാരിച്ച്, അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് അറിഞ്ഞോ അറിയാതെയോ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ അങ്ങയോട് ചെയ്ത തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് എന്നെ ഈ ജീവിത ദുരിതത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണം, അങ്ങ് ശാന്തനാകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വച്ച ശേഷം നമ്മളൊന്ന് മാറി നിൽക്കുക, മാറി നിന്ന് വീക്ഷിക്കുക അത് സ്വീകരിക്കുന്നുണ്ടോ. ആ ഈ പറഞ്ഞ സമയങ്ങളിലെല്ലാം നമ്മൾ സാധാരണ ബലിതർപ്പണാദികൾ ചെയ്യുമ്പോൾ നനഞ്ഞ കൈകൊണ്ട് കാക്കയെ കൊട്ടാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യരുത്. കാക്കയെ കൈകൊട്ടി വിളിക്കേണ്ട കാര്യമില്ല, നനഞ്ഞ കൈകൊട്ടി വിളിക്കേണ്ട കാര്യമില്ല, കാക്ക ചുറ്റുമുണ്ടോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വയ്ക്കുക, പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് കുറച്ച് മാറി നിന്നിട്ട് പ്രാർത്ഥനയോടുകൂടി ഇത് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എടുത്തെന്നുമിരിക്കും, എടുത്തില്ല എന്നുമിരിക്കും. എടുത്തില്ല എന്ന് വേണ്ടി ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ദുഃഖം ഉണ്ടാവും ചിലപ്പം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീണ്ടും നമ്മൾ ഒരു 9 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വയ്ക്കുക. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ എന്നാണോ ഈ പിതൃവിനെ സ്വപ്നം കാണുന്നത് അന്ന് വീണ്ടും വയ്ക്കുക. അപ്പോൾ വയ്ക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ക്ഷേത്ര ദർശനത്തിൻ്റെ ആവശ്യമില്ല. നേരെ വീട്ടിലുള്ള ആഹാരം അങ്ങ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്വപ്ന ദർശനത്തിലൂടെ അല്ലാതെയാണ് നമ്മൾ ആ കാക്ക എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 9ാമത്തെ ദിവസം സർവജ്ഞാത അജ്ഞാത പൃഥുക്കൾക്ക് വേണ്ടി അന്നം കൊടുക്കുക, നീര് കൊടുക്കുക. ഈ ലഘുക്രിയയിലൂടെ നമുക്ക് ഈ പിതൃദോഷം വളരെ സുന്ദരമായി മാറ്റാൻ കഴിയും. ഇതിന് ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ല. ഇതിലൊന്നും തന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പോരെ ഇടനിലക്കാരെന്ന് പറയുന്നത്. ഇപ്പോൾ അന്നം കൊടുക്കുമ്പോൾ എള്ളും ചോറും കൂടെ തൈരും കൂടെ കുഴച്ച് അന്നം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അതങ്ങ് കൊടുക്കുക. അതല്ല പ്രത്യേകിച്ച് അതിലേക്ക് വേണ്ടി ഒരു ബലിച്ചോറ് തയ്യാറാക്കുന്നത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള അന്നം നമ്മൾ ആ കാക്കയ്ക്ക് കൊടുക്കുക. ജലം വേണമെങ്കിൽ വയ്ക്കുക. ഇത് രണ്ടും കൂടെ വയ്ക്കാം. ഇതിൽ ഒന്ന് മാത്രമേ വയ്ക്കുന്നതിൽ അന്നം മാത്രമേ വയ്ക്കാവൂ, ജലം മാത്രമായിട്ട് വയ്ക്കുന്നതിൽ കൊണ്ട് കാര്യമില്ല. ഒന്നുകിൽ രണ്ടും കൂടെ വയ്ക്കുക, അല്ലെങ്കിൽ അന്നം മാത്രം വയ്ക്കുക. കാരണം അന്നത്തിൽ തന്നെ ഒരു ജലാംശമുണ്ട് എന്നാണ് അതിനെ പറയുന്നത്. അതാണ് അന്നത്തിൻ ഊർജം ജലത്തിൽ അധിഷ്ഠിതമാണ്. അന്നത്തിൻ ഊർജം ജലത്തിൽ അധിഷ്ഠിതമാണ്. ശരിയാണ്, അന്നം ജലത്തിലിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഈ അന്നത്തിലൊക്കെ ഒരു ജലാംശം ഉണ്ട്. അപ്പോൾ അന്നത്തിൻ ഊർജം ജലത്തിൽ അധിഷ്ഠിതമാണ്. അതേപോലെ കാകയെ നീ, അതാണ് കാകയെന്ന് കാക്ക, കാകയെ നീ വന്നൊന്നെടുത്തെങ്കിൽ പോകാനായി കൊതിക്കുന്ന എൻ മനസ്സിനോട് എനിക്ക് തന്നെ ചൊല്ലാം ശാന്തി ശാന്തി ശാന്തി. ഇതിൻ്റെ അർത്ഥം ഒരുപാടുണ്ട്. അത് പറഞ്ഞുകൊണ്ടുവന്ന ഒത്തിരി സമയം പിടിക്കും. അതുകൊണ്ട് അത് പറയുന്നില്ല. എന്നാൽ അതിൻ്റെ രത്ന ചുരുക്കം പറഞ്ഞാൽ കാക്കയോട് നമ്മൾ നിർബന്ധിക്കേണ്ട, അല്ലെങ്കിൽ കാക്കയെ പിടിച്ചോണ്ട് തിന്നൊന്നും വേണ്ട. അത് വന്നോളും, കഴിച്ചോളും, അല്ലേ വേണ്ട. ആ കഴിക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പിതൃവിന് അല്ലെങ്കിൽ ആ പിതൃക്കൾക്ക് ആ നമ്മളോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പിതൃദോഷ നിവാരണത്തിന് ആദ്യം ഇത് ചെയ്തിട്ട് അത് എഫക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ 9ാമത്തെ ദിവസം ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ 18ാം ദിവസം ചെയ്യണം. ഇതുമല്ല അതിലും ശരിയായില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ 21ാം ദിവസം ചെയ്യാം. അതുമല്ല നേരെ 48ാം ദിവസമോ 41ാം ദിവസമോ ചെയ്യാം.
സിദ്ധമാർഗ സഞ്ചാരികൾക്ക് 41 ഒരു മണ്ഡലം, യഥാർത്ഥത്തിൽ 48 ഒരു മണ്ഡലം. അതുകൊണ്ട് സിദ്ധമാർഗ സഞ്ചാരികൾ പറയും 48 അന്ന് വയ്ക്കാൻ പറയും. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് ശാന്തിയും സമാധാനവുമായിട്ടുള്ള ഒരു ഭൗതിക ജീവിതം നയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പുരാണങ്ങൾ, ഈ ഗ്രന്ഥങ്ങളിലൂടെയും സിദ്ധമാർഗ പാടലുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിലെ അന്ധവിശ്വാസത്തെ എടുത്തു മാറ്റുക. അപ്പോൾ കാക്ക എൻ്റെ അച്ഛനാണ്, അല്ലെ എൻ്റെ അമ്മയാണ്, ഇതെങ്ങനെ സങ്കല്പിക്കുന്നു ഒരുത്തൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതൊരു സങ്കല്പമാണ്, ഒരു വിശ്വാസമാണ്. എല്ലാം ഒരുതരം വിശ്വാസമാണ്. ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നതും വിശ്വാസമാണ്, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതും വിശ്വാസമാണ്. ഇപ്പോൾ ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്ന വിശ്വാസത്തെ പോലെ തന്നെയാണ് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതും വിശ്വാസം തന്നെയാണെങ്കിലും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും ഒരു തർക്ക വിഷയമല്ല. ഞാൻ എൻ്റെ പരിമിതമായ ഒരു അറിവിനെ പകർന്നു നൽകി. ഈ അറിവിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ന്യായങ്ങളും അറിവുകളുള്ള ആൾക്കാരും ഉണ്ടാകും. ഇതൊരു തർക്ക വിഷയമല്ല. പക്ഷെ തർക്കിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. വ്യക്തമായിട്ടുള്ള പ്രമാണങ്ങളനുസരിച്ച് ഏതൊക്കെയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണെന്നും ഈ സിദ്ധമാർഗത്തിലൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർ വേണം ഇതിൽ തർക്കം ഉന്നയിക്കാനായിട്ടുള്ളത്. അല്ലാത്തിടത്തോളം വെറുതെ ഒരു തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കത്തില്ല, നിൽക്കത്തില്ല. കാരണം നിരീശ്വരവാദം എന്ന് പറയുന്നു, ഇപ്പം കൃഷ്ണനുണ്ട് എന്ന് പറയുന്നു. കൃഷ്ണന് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കൃഷ്ണന് എത്രയോ വ്യക്തികളുണ്ട്, ശക്തികളുണ്ട്, രാജ്യങ്ങളുണ്ട്. അപ്പം ഒന്നുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒന്നില്ല എന്ന് സമർത്ഥിക്കാനുള്ള മനുഷ്യൻ്റെ പ്രവണത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എല്ലാ യുഗങ്ങളിലും, അല്ല കലിയുഗത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയൊന്നുമല്ല, എല്ലാ യുഗങ്ങളിലും ഉണ്ട്. ഒരു ഗുരു പറയുന്നതായിരിക്കില്ല മറ്റൊരു ഗുരുവോ ആചാര്യനോ പറയുന്നത്. ഒരു ക്ഷേത്രവിശ്വാസി ഒന്നിനെക്കുറിച്ച് പറയുന്നതായിരിക്കില്ല മറ്റൊന്നിനെ കുറിച്ച് പറയുന്നത്. ഇത് തന്നെയാണ് പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലും ഉള്ളത്. അപ്പോൾ ഇതിലെ അന്ധവിശ്വാസത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അതിന് സ്വീകരിക്കേണ്ട. അല്ല, നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകാം. ഇതിനകത്ത് ഒരു ഇടനിലക്കാരൻ്റെ കാര്യമില്ല. ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾ നെഞ്ചു പൊട്ടി വിളിക്കും കണക്ക് മറ്റൊരാളിന് വിളിക്കാൻ കഴിയില്ല. താന്ത്രിക മാന്ത്രിക ക്രിയകൾ അത് വേറെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏത് താന്ത്രിക മാന്ത്രിക ക്രിയകൾ ചെയ്യുന്നതിനേക്കാളും അതിശക്തമായ ഒരു ശക്തി നിങ്ങൾ ഉള്ളുപൊട്ടി വിളിച്ചാലും പ്രാർത്ഥിച്ചാലും ഉണ്ടാകും. അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കി വേണം ഈ പിതൃക്രിയകൾ ചെയ്യേണ്ടതും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിലോടുകൂടി എൻ്റെ പിതൃദോഷം തീരണം എന്ന പൂർണ്ണ വിശ്വാസത്തോടെയും അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയോടും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധമുള്ള പിതൃദോഷങ്ങളെല്ലാം മാറും. ഇതൊരു ഏറ്റവും ചെറിയ ലഘുക്രിയയാണ്, നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ക്ഷേത്രങ്ങളിൽ പോയാൽ അവർ പറയും നമുക്ക് തിലഹോമം ചെയ്യണം, ബലിയിടണം എന്ന് പറയും. തിലഹോമം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, തിലഹോമം വളരെയേറെ നല്ലതാണ്. അപ്പോൾ ആ തിലഹോമം ചെയ്യുമ്പോഴും പിതൃശാന്തി ഉണ്ടാകും. എന്നിരുന്നാലും പിതൃക്കളെ ബന്ധസ്ഥനാക്കി നിർത്തി അല്ല ഇതൊക്കെ ചെയ്യേണ്ടത്. പിതൃവിന് മോക്ഷശാന്തി മോക്ഷപാതയിലൂടെ യാത്ര നടത്താനായിട്ടുള്ള പാഥേയ ക്രിയകളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഒരു പിതൃക്കളെയും നമ്മൾ ബന്ധിപ്പിക്കാൻ പാടില്ല. യക്ഷികളെ ബന്ധിപ്പിക്കാം, പ്രേതാത്മാക്കളെ ബന്ധിപ്പിക്കാം, കിന്നരന്മാരെ ബന്ധിപ്പിക്കാം, യക്ഷകന്മാരെ ബന്ധിപ്പിക്കാം, പിന്നെ ഗന്ധർവന്മാരെ ബന്ധിപ്പിക്കാം, ദുരാത്മാക്കളെ എല്ലാം ബന്ധിപ്പിക്കാം. പക്ഷെ അതുപോലെയല്ല പിതൃക്കൾ എന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്കെല്ലാവർക്കും നല്ലതാണ്. ഒരു പിതൃവും നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല. അവർ അവരുടെ ആവശ്യങ്ങൾ നമ്മളോടല്ലാതെ മറ്റാരോട് ഉന്നയിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെയാണ് അഗ്നിപുരാണം ഉൾപ്പെടെയുള്ള അഗ്നിപുരാണത്തിലായാലും ഗരുഡപുരാണത്തിലായാലും മത്സ്യപുരാണത്തിലായാലും
ഈ സിദ്ധന്മാരുടെ പാടലുകളിലൂടെ ആയാലും ശരി, അവർ പറയുന്നത് പിതുക്കൾക്ക് ശാന്തി കൊടുക്കണം. ആ ശാന്തി കിട്ടാതെ വരുമ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കുന്നതല്ല, അവർ അവരുടെ ആവശ്യങ്ങൾ നമ്മളെ അറിയിക്കാനായിട്ട് പല മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ്. ആ മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്കത് ദോഷമായി വരുന്നുണ്ട്. സിദ്ധന്മാർ ഒരിക്കലും അംഗീകരിക്കാത്തതാണ് ഈ പ്രേതാത്മാക്കള്, ദുരാത്മാക്കള് ഒന്നും അവർ അംഗീകരിക്കത്തില്ല. കാരണം അവര് വിശ്വസിക്കുന്നത്, അത്തരത്തിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് സർവം ശിവമയം, ആത്മാവാണ് സർവവും, ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുക തന്നെ വേണം. ആ വിഭാഗത്തിൽപ്പെടുന്നവർ പോലും ഭൗതിക ജീവിത വിജയത്തിനായിട്ട് മാത്രമായിട്ട് ജീവിക്കുന്ന, ഭൗതിക ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഋതുക്കളുടെ ശാന്തി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ സിദ്ധമാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധനാണ് അഗസ്ത്യമുനി. അഗസ്ത്യമുനി പോലും പിതൃക്രിയ ചെയ്യേണ്ട ആവശ്യത്തെ ബോധ്യപ്പെട്ട് പിതൃക്രിയ ചെയ്ത വ്യക്തിയാണ്. ഇതിൽ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അഗസ്ത്യമുനി നടന്നു പോകുന്ന വഴി പിതൃക്കളെല്ലാം തലകീഴായി കിടക്കുന്ന കണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അപ്പം പറഞ്ഞു, നിനക്ക് പിതൃക്രിയ ചെയ്യണം, ഞങ്ങൾക്കായി പിതൃക്രിയ ചെയ്യണം എന്നുള്ള അതിൻ്റെ സത്യവും പാരമ്പര്യം നിലനിർത്തേണ്ട ആവശ്യകതയും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ആവശ്യകതയെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പിതൃശാന്തിക്കായിട്ട് അതിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ആ കർമ്മ വഴികളെക്കുറിച്ച് തൻ്റെ ശിഷ്യർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം പിതൃശാന്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. ഇതിലെ ആവശ്യമായ ഭാഗങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത ഉപേക്ഷിക്കുക. ഇതൊരു തർക്ക വിഷയമല്ല. തർക്കം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല, വ്യക്തമായിട്ട് തർക്കം ഉന്നയിക്കാം. പക്ഷേ അത് വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതമായുള്ള ഗ്രന്ഥങ്ങളിലൂടെയോ, അതല്ല എന്നുണ്ടെങ്കിൽ അത് ഏത് വഴിയിലൂടെയാണ്, ഏത് കാര്യത്തിലൂടെയാണ് ഇത് പറയുന്നതെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രമേ തർക്കം ഉന്നയിക്കാവൂ. തർക്കിക്കാൻ തയ്യാറുമാണ്. ശാസ്ത്രത്തെ ശാസ്ത്രം കൊണ്ടും ആശയത്തെ ആശയം കൊണ്ടും വേദത്തെ വേദം കൊണ്ടും തന്നെ ആണ് നമ്മൾ തർക്കിച്ച് ജയിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു തർക്ക വിഷയമാണ്. എന്നാൽ പോലും തർക്ക വിഷയമാക്കാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തത് ഉപേക്ഷിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് പറയുന്നതായിരിക്കും.